ഹലോ, വെൽക്കം ടു കളക്ട് സ്വീറ്റ് മെമ്മറീസ്. എന്നെപ്പോലെ നിങ്ങളും മെമ്മറീസൊക്കെ കളക്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണോ, ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ? അല്ലെങ്കിൽ ഇന്ന് തൊട്ടൊന്ന് കളക്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും സ്ട്രെസ്സ് അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും മെമ്മറീസ്, സ്വീറ്റായിട്ടുള്ള മെമ്മറീസ് കളക്ട് ചെയ്ത് വെച്ചാൽ ആ സമയത്ത് ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്കൊരു റിലാക്സ് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ജേണലാണ്. ജേണൽ ചെയ്യാൻ താല്പര്യം ഉള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ ജേണൽ കണ്ടോളൂ കേട്ടോ. പിന്നെ ഇതെൻ്റെ ഫസ്റ്റ് ജേണലാണ്, അപ്പോൾ അതിൻ്റേതായൊരു അപാകതകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇതെൻ്റെ ഫസ്റ്റ് ജേണലായതുകൊണ്ട് തന്നെ ഞാനൊരു ലവ് ഷേപ്പിലാണ് ഇത് തുടങ്ങുന്നത്. ഒരു ലവ് ഒക്കെ ഇരിക്കട്ടെ അല്ലേ. അപ്പോൾ എൻ്റെ മൈ ഫസ്റ്റ് ജേണൽ എന്ന് എഴുതിക്കൊണ്ട് ഞാൻ എൻ്റെ ജേണൽ തുടങ്ങുകയാണ്. പിന്നെ മെമ്മറീസ് കളക്ട് ചെയ്യാൻ ഇഷ്ടമുള്ള ആളായതുകൊണ്ട് തന്നെ കളക്ട് സ്വീറ്റ് മെമ്മറീസ് എന്ന് ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗ്ലിറ്റർ പെൻ വെച്ചിട്ട്, ഗോൾഡ് കളറിലെ ഗ്ലിറ്റർ പെൻ വെച്ചിട്ട് ലവ് ഷേപ്പ് വരച്ചു കൊടുത്തു. പിന്നെ റെഡ് ഗ്രീൻ വെച്ചിട്ട് എഴുതി കൊടുത്തു. പിന്നെ ഞാൻ എന്ത് ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചു. എനിക്ക് സഡനായിട്ട് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അല്ലാണ്ട് പ്രീ പ്ലാൻഡ് ചെയ്ത് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം അങ്ങനെയൊന്നുമല്ല. എന്താണോ എൻ്റെ മൈൻഡിൽ വരുന്നത് അതാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് കേട്ടോ. അപ്പോൾ ഗോൾഡ് ലവിന് ഷേപ്പിന് ചുറ്റും സിൽവർ വെച്ചിട്ട് ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഗ്ലിറ്റർ പെൻ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ചെയ്തെടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചെറുതായിട്ടിങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഫിനിഷിങ്ങിനൊരു പോരായ്മ വരും കേട്ടോ. അപ്പോൾ ഞാൻ ലവ് ഷേപ്പിന് ചുറ്റും ആ സിൽവർ വെച്ചിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുത്ത് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത എന്ത് ചെയ്യാമെന്ന് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആലോചിക്കാം നെക്സ്റ്റ് എന്താ ചെയ്യുക. അങ്ങനെ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും എന്താ ചെയ്യുക അങ്ങനെ ഒരു ഇതെനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോൾ നിങ്ങൾ കണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യം ഇതിന് മുന്നേ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ സ്ക്രാപ്പ് ബുക്ക് കിറ്റിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് ഞാൻ മേടിച്ചേക്കുന്ന പ്രൊഡക്റ്റിൻ്റെ അകത്തുള്ളൊരു പേപ്പറാണ് കേട്ടോ ഇത്. ആ കിറ്റ് എനിക്ക് വെർത്തായിട്ട് തോന്നി. നിങ്ങൾക്ക് സ്ക്രാപ്പ് ബുക്ക് കിറ്റ് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല, എനിക്ക് നല്ലതാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് പോർഷൻസ് കീറിയെടുത്ത് സൈഡിലായിട്ട് ഒട്ടിച്ചു. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് മെമോ പാഡ് ഇരിപ്പുണ്ടായിരുന്നു, മെമ്മറീസൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. മെമോ പാഡ്സ് നോക്കി നല്ല ക്യൂട്ടായിട്ടില്ലേ. അപ്പോൾ അത് ഫുൾ എൻ്റെ ബുക്കിൽ ഒട്ടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് പോർഷൻസ് കട്ട് ചെയ്ത് മാറ്റിയത് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ചാനലായതുകൊണ്ട് തന്നെ എന്ത് എഴുതണം എന്ന് എനിക്ക് കുറേ ആലോചിക്കേണ്ടിയൊന്നും വന്നില്ല. ഞാനപ്പോൾ ഇതിൽ എഴുതി കൊടുക്കുന്നത് ടുഡേ ഈസ് മൈ ഫസ്റ്റ് ഡേ ഓഫ് ജേർണലിംഗ്, ഐ ആം ഹാപ്പി വിത്ത് ദ ന്യൂ ബിഗിനിങ് എന്നാണ് കേട്ടോ ഞാൻ എഴുതി കൊടുക്കുന്നത്. കാരണം ഇതെൻ്റെ ഫസ്റ്റ് ജേർണൽ, ഞാൻ വളരെ എക്സൈറ്റ്മെൻ്റ് ആണ്. നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, കാരണം എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം കൂടിയാണ്. ഞാൻ പൊടി തട്ടി എടുക്കുവാണ് കുറേ നാൾക്ക് ശേഷം. അപ്പോൾ ഞാനിതൊരു ബ്ലാക്ക് പെൻ വെച്ചാണ് കേട്ടോ എഴുതി കൊടുക്കുന്നത്. പിന്നെ സൈഡിൽ ഞാനൊരു കുഞ്ഞ് ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് പെൻ വെച്ച് ഞാൻ വരച്ച് കുറച്ച് ഡിസൈനുകൾ കൊടുത്തിട്ട് ഒരു ഓറഞ്ച് കളർ ഗ്ലിറ്റർ എടുത്ത് കുറച്ചൊന്ന് കളറും കൂടിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഇത് സ്റ്റിക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത് എൻ്റെ ആ നോട്ട്ബുക്കിലേക്കല്ല, ജേർണൽ ചെയ്യുന്ന ബുക്കിലേക്ക്. അത് നല്ല പെർഫെക്റ്റായിട്ട് സ്റ്റിക്കായിരിക്കുന്നുണ്ട് കേട്ടോ ഈ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നതെല്ലാം. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഒരു വൈറ്റ് കാർഡ് ഇരിപ്പുണ്ടായിരുന്നു, സാലോ ബട്ടർഫ്ലൈയുടെ. അത് എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നി. ഫോണിൽ അതിൻ്റെ ഒരു ക്ലാരിറ്റി അറിയാൻ പറ്റുന്നില്ല, പക്ഷെ നേരിട്ട് കാണാൻ അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതും ആ കിറ്റിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് തന്നെയാണ്. അപ്പോൾ ഞാനതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു കോട്ട്സ് വളരെ ഇഷ്ടപ്പെട്ടു. അതായത് ആ കോട്ട് ഇങ്ങനെയാണ്: ഹാപ്പിനെസ് ഈസ് എബൌട്ട് ഹാവിങ് ഈച്ച് ടൈം യു വിഷ് കം ട്രൂ. അതായത് വലിയ വലിയ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമല്ല നമ്മൾ ഹാപ്പി ആയിരിക്കാം, ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരെ നമ്മളെന്താണ് ചെറിയ കാര്യങ്ങൾ നേടിയെടുക്കുമ്പോഴും നമ്മൾ അതിലെന്താണ് സന്തോഷം കണ്ടെത്തണം. അല്ലാതെ വലിയൊരു കാര്യം ചെയ്താൽ മാത്രമേ നമ്മൾ ഹാപ്പിയാവും അങ്ങനെയല്ല. ഇപ്പോൾ ഈ
ശീലിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ലൈഫിൽ ഒട്ടുമിക്ക ടൈമിൽ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. വലിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ എപ്പോഴും സംഭവിക്കില്ല, അത് എപ്പോഴെങ്കിലും ഒരിക്കലും 2 തവണ 3 തവണയൊക്കെ സംഭവിക്കത്തുള്ളൂ. അപ്പോൾ ഈ കോട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എൻ്റെ ജേണലിൽ വെക്കാൻ പറ്റിയതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ അല്ലാതെ എടുത്ത് ഒട്ടിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ കോട്ട് അറിയാൻ പറ്റില്ല. പിന്നെ ഞാൻ എൻ്റെ സ്ക്രാപ്പ് ബുക്ക് കിട്ടിയിൽ നിന്ന് തന്നെ ഒരു മെറൂൺ കളർ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്രൗൺ കളറിലെ സ്ക്രാപ്പ് പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കീറി സെറ്റാക്കി ഞാനതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ കോട്ട്. ഇതിൻ്റെ ഇടയിൽ തന്നെ എൻ്റെ ഫസ്റ്റ് ജേണലായതുകൊണ്ട് അതിൻ്റെ ഒരു കലണ്ടർ സ്റ്റിക്കറിൽ നിന്ന് ഞാൻ ഒരു ഫസ്റ്റ് എന്നുള്ളൊരു സ്റ്റിക്കർ ഞാൻ സൈഡിൽ എടുത്ത് ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇല്ലേ? അതുപോലെ തന്നെ ഡോണ്ട് ഫോർഗെറ്റ് ടു ബി ഹാപ്പി എന്ന് പറഞ്ഞൊരു സ്റ്റിക്കർ എൻ്റെ കയ്യിൽ കിട്ടി. അപ്പോൾ ഞാൻ ഒന്ന് നോക്കിയെടുത്തങ്ങ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. നമ്മളെപ്പോഴും നമ്മുടെ ലൈഫിൽ ഹാപ്പി ആയിരിക്കാൻ നമ്മൾ മറക്കരുത്, അതായത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും. ഇത് ഇത്രയും ചെയ്തപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ജേണൽ ഭയങ്കര സൂപ്പർ ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് തോന്നി. നിങ്ങൾക്ക് തോന്നിയില്ലെന്ന് കമൻറ്റിൽ പറയട്ടോ. പിന്നെ എങ്കിലും കുറച്ച് ഡെക്കറേഷൻ കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കുറച്ചും കൂടി ഭംഗിയായ പോലെ എനിക്ക് തോന്നി. അങ്ങനെ കുളം ആയി എന്ന് എനിക്ക് തോന്നിയില്ല. സാധാരണ നമ്മൾ വീണ്ടും അതിനെ മോഡിഫൈ ചെയ്യാൻ നിൽക്കുമ്പോൾ കുളമാവാറാണ് പതിവ്. അപ്പം ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആ കുഞ്ഞി ഫ്ലവേഴ്സൊക്കെ അതിൽ നന്നായിട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. ഇതെൻ്റെ ഇതാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ആവുന്നതാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് കമൻറ്റിൽ പറയും കേട്ടോ. ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരുന്നുണ്ട്. നമ്മൾ പണ്ട് ഭിത്തിയിൽ വരച്ച് വയ്ക്കുന്നതും ഇങ്ങനെ ഒരുപാട് കളറുകൾ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ വരയ്ക്കുന്നതെല്ലാം എനിക്ക് ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. പണ്ട് ചെയ്ത് കൂട്ടിയ കുറേ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തൊക്കെ ഓർമ്മ വരുന്നുണ്ട്? എന്നിട്ട് ഞാൻ ആ പൂക്കളിലൊക്കെ ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ജേണൽ ആ മെമോ പാഡ് എഴുതിയാലും കൂടെ കുറച്ചുകൂടി ഒന്ന് കളർഫുള്ളാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ക്രയോൺസ് വെച്ചിട്ട് കുറച്ച് കളറൊക്കെ ചെയ്യണം കേട്ടോ. അത് ബോറായൊന്നുമില്ല, നന്നായിട്ട് തന്നെ വരുന്നുണ്ടായിരുന്നു. മിക്സഡ് കളറൊക്കെ വന്നപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് ബ്യൂട്ടിഫുള്ളായി. ഇതിൽ ഡിഫറെൻറ്റ് കളേഴ്സ് ഞാൻ മൊബൈലിൽ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ ബ്യൂട്ടിഫുള്ളായി വരുന്ന പോലെ എനിക്ക് ഫീൽ ആയി കേട്ടോ. പിന്നെ ഞാൻ കുഞ്ഞ് ലവ് ചിഹ്നം ഒരു ഓറഞ്ച് ഗ്ലിറ്റർ പിൻ എടുത്തിട്ട് കുഞ്ഞ് ലവ് ചിഹ്നം വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അത് ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് ഫീൽ ആയി കേട്ടോ. ഇത്രയും ചെയ്തപ്പോൾ തന്നെ എൻ്റെ ജേണൽ കംപ്ലീറ്റ് ആയ പോലെ പെർഫെക്റ്റ് എന്നെനിക്ക് തോന്നി. എന്നെ സംബന്ധിച്ചുള്ള ഇതാണ് വ്യൂ ആണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയട്ടോ. എന്നിട്ടും ഞാൻ കുറച്ചും കൂടിയൊക്കെ മോഡിഫൈ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് ഗ്ലിറ്റർ പെൻ എടുത്തിട്ട് ഞാൻ പല കളറിലുള്ള ഗ്ലിറ്റർ പെൻ എടുത്തിട്ട് ഇങ്ങനെ ഓരോ ഡോട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ കളർ ഡോട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ കുഞ്ഞൊരു ലീഫ് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫോണിൻ്റെ ക്ലാരിറ്റി കൂടുതലായത് കാരണം ആ ലീഫ് അറിയാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നെ എനിക്ക് ബോർഡറിൽ കുറച്ച് ലവ് ചിഹ്നത്തിൻ്റെ ആ ഒരു ബോർഡറിൽ കുറച്ചൊന്ന് ക്രയോൺസ് വെച്ചിട്ട് കളർ ചെയ്യണമെന്ന് തോന്നി. അതായത് ഡാർക്കായിട്ടല്ല, ലൈറ്റായിട്ടൊന്ന് കളർ ചെയ്യണമെന്ന് തോന്നി. അതിങ്ങനെ തോന്നിയതോടൊപ്പം തന്നെ എന്തുവാണ് എനിക്ക് ഒരു ഒരു ചെടി വരയ്ക്കണമെന്ന് തോന്നി. ഓക്കെ, അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ അത് ചെയ്ത് അങ്ങനെ മൾട്ടിപ്പിൾ തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ക്രയോൺ അടിക്കാൻ നിന്ന് ഞാൻ പെട്ടെന്ന് എനിക്ക് ചെടി വരയ്ക്കണം എന്ന് തോന്നിയിട്ട് ഞാൻ ചെടി വരയ്ക്കുകയാണ് കേട്ടോ.
ബ്ലാക്ക് പെൻ വെച്ചിട്ട്. എന്നിട്ട് ഞാനതിൽ കളർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ലീഫിൽ ഗ്രീനും പിന്നെ ഒരു റോസ് കളറാണ് കേട്ടോ ഞാൻ ഫ്ലവറിന് കൊടുക്കുന്നത്. ക്രയോൺ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. പിന്നെ ആദ്യം വന്ന് എൻ്റെ ആ തോട്ട്, അതായത് ക്രയോൺ വെച്ച് കളർ കൊടുക്കണമെന്ന്. അപ്പോൾ സ്കിൻ കളർ വെച്ച് കൊടുക്കുമ്പോൾ അത് അറിയുന്നില്ല, ഒട്ടും അറിയുന്നില്ല. അപ്പോൾ ഞാൻ ബ്രൗൺ കളർ കൊടുക്കാം എന്നുള്ള രീതിക്ക് ലൈറ്റായിട്ട് ബ്രൗൺ കളർ കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ മുകൾ ഭാഗത്ത് എനിക്ക് ബ്ലൂ ലൈറ്റായിട്ട് അടിക്കണം എന്നാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ എനിക്ക് അവിടെ ഒരു ബട്ടർഫ്ലൈ വരയ്ക്കണം എന്ന് തോന്നി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വരുന്ന തോട്ട്സ് ആ ഇതിനനുസരിച്ച് ഞാൻ ഫോളോ ചെയ്താണ് ഈ ജേണൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്കിവിടെ ബട്ടർഫ്ലൈ വരയ്ക്കണം എന്ന് തോന്നി. അപ്പോൾ തന്നെ ഞാൻ ബ്ലാക്ക് പെൻ എടുത്ത് ഒരു ബട്ടർഫ്ലൈ വരച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ അതിന് ക്രയോൺ വെച്ചിട്ട് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വയലറ്റ് കളർ അതുപോലെ തന്നെ ഓറഞ്ച് കളറുമാണ് ഞാൻ എൻ്റെ ബട്ടർഫ്ലൈക്ക് കൊടുക്കുന്ന കളറ്. ബട്ടർഫ്ലൈ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ വരച്ചിട്ട്. നിങ്ങൾക്ക് എത്രത്തോളം അറിയാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല, എനിക്ക് പക്ഷേ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ആ നടുക്കുള്ള പോർഷനിൽ ഞാൻ ബ്രൗൺ കളറാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ മുകളിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് പ്ലാൻ ബ്ലൂ കൊടുക്കണം എന്നുള്ളത് ബ്ലൂ കൊടുത്തു. മുകളിൽ മാത്രമല്ല കേട്ടോ, സൈഡിൽ ഞാൻ ബ്ലൂ കൊടുത്തു. ഡാർക്കായിട്ടല്ല, വളരെ ലൈറ്റായിട്ടാണ് കൊടുക്കുന്നത്. കാരണം ആ പേപ്പർ കാണാൻ നല്ല ഭംഗിയുള്ളൊരു പേപ്പറാണ്. അപ്പോൾ അത് ഇങ്ങനെ ഡാർക്ക് കളർ അടിച്ച് അതിനെ നശിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ചെറുതായിട്ട് ലൈറ്റായിട്ടാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. താഴെ ഫുൾ ബ്രൗൺ ഷെയ്ഡ് കൊടുത്തു ചെറിയ രീതിക്ക്. പിന്നെ ഞാൻ എന്ത് ചെയ്ത് കൂടുതൽ ഡെക്കറേറ്റ് ചെയ്യാമെന്ന് ആലോചിക്കുകയാണ്. മുകൾ ഭാഗം ഫുൾ ബ്ലൂ അടിക്കുക എന്നുള്ള പ്ലാനാക്കി ഫുൾ ബ്ലൂ അടിച്ചു കൊടുക്കുകയാണ്. എനിക്ക് ഈ കലണ്ടർ സ്റ്റിക്കറിൽ ഈ ഫസ്റ്റ് എന്ന് എഴുതിയേക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ, ആ ഒരു സ്റ്റിക്ക് ചെയ്തത്. എന്നിട്ട് ഞാൻ സൈഡിൽ പിന്നെ ഒരു ലൈറ്റ് യെല്ലോ കളറാണ് കേട്ടോ കൊടുക്കുന്നത്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സാലോ ബട്ടർഫ്ലൈയും അതുപോലെ തന്നെ ഫസ്റ്റ് എന്ന് എഴുതിയതും കോഡ്സൊക്കെയാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടത്. നിങ്ങൾക്കിതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്യൂ കേട്ടോ. ഇത് ഇത്രയും ചെയ്തപ്പോൾ എൻ്റെ ജേണൽ മനോഹരമായി കംപ്ലീറ്റ് ആയി. ഇതെൻ്റെ ഫസ്റ്റ് ജേണലായിരുന്നു. വളരെ കുഴപ്പമില്ലാതെ ഞാനിത് ചെയ്തു. ഓക്കെ, താങ്ക് യു.